കാറ്റുകൊണ്ടത് പറന്നു പോകണ്ടെന്ന് കരുതിയിട്ട് വളരെ സൂക്ഷിച്ച് റിവേഴ്സായിട്ട് ഭയങ്കര റിസ്ക്കായിട്ട് വരുന്ന ഒരാളെ കണ്ടോ. ഞങ്ങളുടെ ഇന്നത്തെ പാർട്ടിയുടെയാണ്. അതാ അടിപൊളി. എന്താണെന്നറിയത്? ആർക്കെങ്കിലും ചോദിക്കാൻ പറ്റുമോ? ഇതാണ് പാനിപ്പൂരി കേട്ടോ. എല്ലാ പരിപാടികളും ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞു. പാനിപ്പൂരിക്ക് ഉണ്ടാകുന്നത് പ്രത്യേകം ദ്രാവകം റെഡിയാണ്. മിക്സർ റെഡി. ഇനി അത് ഉണ്ടാക്കുന്ന ആൾ ഇപ്പം എത്തും. ഉള്ളിയും കൊണ്ട് വരും. ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അണിയറിലെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നമുക്ക് അടിപൊളി ഭക്ഷണം കാണാം. അതാ ഉള്ളി വന്നു കഴിഞ്ഞു. അതിൻ്റെ ആൾ കണ്ടോ, അതൊക്കെ ഉണ്ടാക്കുന്ന ഒരാൾ, മെയിൻ ആളുണ്ട് ഇവിടെ, സ്പെഷ്യലിസ്റ്റ്. ഇതാ ഇപ്പം ഞങ്ങൾക്കിവിടെ ഇങ്ങനെ ഇരുന്നാൽ മതി കേട്ടോ. എല്ലാം റെഡി ആയിട്ട് ഞങ്ങൾ മുമ്പിലെത്തും. അപ്പം അതിനൊരു ഭാഗ്യമാണല്ലോ അല്ലേ. ഇതാ ഒരാളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരാൾ അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരാളിതാ അവിടെ മെയിൻ ആളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അയാൾ ചൂടായതുകൊണ്ട് തണുപ്പത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ നീൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോവാണ് കേട്ടോ. എല്ലാവർക്കും കാണാം. ഉണ്ടോ ചെയ്യുന്ന രീതി ഉണ്ടോ? ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. ഇതിങ്ങനെ പൊട്ടിച്ച് ഓരോന്നിലും റെഡിയാക്കി വെക്കും. എന്നിട്ട് സാധനങ്ങളൊക്കെ നിറയ്ക്കുന്ന പരിപാടി ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ നമ്മൾ പുറമേ നിന്നൊക്കെ കഴിക്കുന്നതിലും അതിമനോഹരമായിട്ട് നമുക്ക് നല്ല ടേസ്റ്റോടെ തണുപ്പിച്ച് ആ ടേസ്റ്റി സാധനമൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. എന്നിട്ട് ഇത് വെള്ളം റെഡിയാണ്. നോക്കിക്കൊണ്ടിരിക്കും. ഇതാ കടക്കാരിലും കഷ്ടമാട്ടോ. വളരെ കുറച്ചേ നിറയ്ക്കുന്നുള്ളൂ. വീടാകുമ്പോൾ ഇഷ്ടംപോലെ നിറയ്ക്കുന്ന രീതി മെറ്റീരിയലൊക്കെ. ഉള്ളിയും എന്ത് ചപ്പാണ്? എന്താണ് ചപ്പ്? കൊത്തമ്പീര്. ഉള്ളി എല്ലാം മുറിച്ച് കൃത്യമായിട്ട് വെച്ചിട്ട് ഇതാ ഇവിടെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ സാധനങ്ങൾ റെഡിയാണ്. അപ്പോൾ നമ്മളങ്ങോട്ട് അടിച്ച് പൊളിക്കാൻ പോകണം കേട്ടോ. അതാ അത് ഇനി മിക്സർ അത് പൊടിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഇത്തിരി ശനിയൊക്കെയാണ്. എന്നാലും അതൊക്കെ പൊടിച്ച് റെഡിയാക്കിയിട്ട് അതെ ഇത് തീർന്നാൽ കഴിഞ്ഞു. മെറ്റീരിയൽ കുറവാണ്. രാത്രിയാണെങ്കിൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മനസ്സിലായി. ഇത് പേരിനെ ഇടുന്നുള്ളൂ. കുഴപ്പമില്ല. എങ്കിലും നമുക്ക് നിറച്ച് കൊടുക്കുന്നുണ്ട്. അതാ നിറച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഇതിനെ നിറച്ചിട്ട് മാറ്റി വെച്ചു. ഇനി ആ ലിക്വിഡ് ഈ ലിക്വിഡ് ഉണ്ടാക്കുന്നത് വളരെ സ്കിൽ ആയിരിക്കണം കേട്ടോ. എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആക്കി ഇങ്ങനെ വെച്ചു. ആ ഇത് അമ്മയാണ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ബാക്കി മേക്കിങ്സ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇതാ ഫസ്റ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇയാൾക്ക് വിശന്നോണ്ടിരിക്കുകയെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം കിട്ടിയാൽ നമുക്ക് കാണുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും അല്ലേ. അല്ലെങ്കിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല. അതാ ചില ആളുകൾക്ക് അത് മാത്രം പോരാ. എന്താണിത്? എന്താണ് ഇടുന്നത്? സോസ്. എന്തിൻ്റെ? കിസാൻ്റെ സോസ്, ടൊമാറ്റോ സോസും കൂടി ഇട്ടിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനൊരു കുറച്ചുകൂടി ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. മധുരം കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ വെറൈറ്റിയൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇയാളെ നമുക്ക് ഒന്നുകൂടി നോക്കാം. വളരെ സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്. എന്ത് സംഭവിക്കാം. അതാ കണ്ണെരിയുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ സീരിയസ് ആയിപ്പോയത്. അത് പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. എന്തായാലും അതാ എനിക്കും വന്നു കഴിഞ്ഞു സംഭവം. എനിക്ക് വന്നു കഴിഞ്ഞു. ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ നമുക്കിനി കഴിക്കാൻ തുടങ്ങാം അല്ലേ. ടേസ്റ്റ് ചെയ്യാം. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇതൊക്കെ തുടങ്ങി കഴിഞ്ഞു.